എന്താണ് സുന്നത്ത് ജമാഅത്ത്? നമുക്കൊക്കെ അറിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അടിസ്ഥാനപരമായി രണ്ടെണ്ണമാണ്. ഒന്ന് വിശുദ്ധ ഖുർആൻ, രണ്ട് തിരുസുന്നത്ത്. ഇക്കാര്യം അസന്നിഗ്ധമായി വിശുദ്ധ ഖുർആനും പറഞ്ഞു, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. അള്ളാഹുവിനെയും പ്രവാചകരെയും അനുസരിക്കുക എന്ന് വെച്ചാൽ ഖുർആനും സുന്നത്തും നിങ്ങൾ അംഗീകരിക്കുക. ഇതാണ് അടിസ്ഥാന പ്രമാണങ്ങൾ. മറ്റൊരു വചനത്തിൽ തങ്ങൾ പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ. രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു, അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിതെറ്റുന്ന പ്രശ്നമേ ഇല്ല. കിതാബുല്ലാഹി വ സുന്നത്തു റസൂലിഹി. ഒന്ന് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആൻ, മറ്റൊന്ന് പ്രവാചക തിരുമേനിയുടെ സുന്നത്ത് എന്ന് അഷ്റഫുൽ ഹൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖുർആനും സുന്നത്തുമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആധാരങ്ങൾ, അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന കാര്യം അവിതർക്കിതമാണ്. ഇക്കാര്യം നാം അംഗീകരിക്കുന്ന പോലെ മുജാഹിദിലെ എല്ലാ ഗ്രൂപ്പുകളും അംഗീകരിക്കുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗ് ജമാഅത്തും ഉൾപ്പെടെയുള്ള എല്ലാ അവാന്തര വിഭാഗങ്ങളും അംഗീകരിക്കുന്നു. ഷിയ, ഖവാരിജ്, മുർജിയ, ജഹമിയ, റാഫിലിയ തുടങ്ങി ചരിത്രത്തിൽ വന്ന എല്ലാ ബിദഈ സംഘങ്ങളും അംഗീകരിക്കുന്നു. ലോകത്ത് പ്രത്യക്ഷപ്പെട്ട എല്ലാ തീവ്രവാദ സംഘടനകളും, കേരളത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട NDF പോലുള്ള SDPI പോലുള്ള എല്ലാ സംഘങ്ങളും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് അടിസ്ഥാനപരമായി ദീനിൻ്റെ പ്രമാണങ്ങളെന്ന് ശരിവെക്കുന്നു. പിന്നെ എവിടെയാണ് പ്രശ്നം? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും ബിദഈ കക്ഷികളും തമ്മിൽ വേർതിരിയുന്ന അതിർരേഖ, അതിർവരമ്പ് ഏത്? വളരെ വ്യക്തമാണ് അതിൻ്റെ ആൻസർ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നൽകുന്ന വ്യാഖ്യാനങ്ങളിലാണ്. വിശുദ്ധ ഖുർആന്റെ സൂക്തങ്ങൾക്ക് നൽകുന്ന വിശദീകരണങ്ങൾ, നബി വചനങ്ങൾക്ക് നൽകുന്ന വിശദീകരണങ്ങൾ, വ്യാഖ്യാനങ്ങൾ, ഈ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളിലുമാണ് സുന്നത്ത് ജമാഅത്തും ഇതര കക്ഷികളും തമ്മിൽ പ്രധാനമായും അന്തരം നിലനിൽക്കുന്നത്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അറബിയിലാണ്. അറബി ഭാഷ അറിഞ്ഞു എന്നതുകൊണ്ട് മാത്രം അത് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അതിൻ്റെ പരിഭാഷ പറയാൻ സാധിക്കും. അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നതാണ് പ്രധാനം. പ്രവാചക തിരുമേനിയെ നമുക്കറിയാം, 40 വയസ്സ് പ്രായമായപ്പോൾ പ്രവാചകത്വവുമായി മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചക തിരുമേനിയെ സമീപിച്ചു. അന്ന് തൊട്ട് പ്രവാചക തിരുമേനി തങ്ങളുടെ വിയോഗം വരെ 23 വർഷക്കാലം, 63 വയസ്സ് വരെ ഈ ഖുർആൻ സന്ദേശങ്ങൾ, ഖുർആൻ സൂക്തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം ഘട്ടം ഘട്ടമായി സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും പശ്ചാത്തലങ്ങൾക്കും അനുസൃതമായി പ്രവാചക തിരുമേനിക്ക് കൈമാറിക്കൊണ്ടേയിരുന്നു. ഇതുപോലെ 23 വർഷക്കാലം സ്ഥലകാല സന്ദർഭങ്ങൾക്കനുസൃതമായി, സാഹചര്യങ്ങൾക്കനുസൃതമായി, ഓരോ പശ്ചാത്തലങ്ങൾക്കും അനുസൃതമായി പ്രവാചക തിരുമേനി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പഠിപ്പിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു തന്നു. ഒരുപാട് കാര്യങ്ങൾക്ക് പ്രവാചക തിരുമേനി മൗനാനുവാദം നൽകി. മൊത്തം പ്രവാചക ജീവിത മാതൃക, ഈ സുന്നത്ത്, ഇത് രണ്ടും 23 വർഷക്കാലം ഈ ഖുർആനും സുന്നത്തും അല്ലെങ്കിൽ ഖുർആനും ഹദീസും നമുക്ക് കൈമാറുന്നത് സത്യത്തിൽ 2 ഗ്രന്ഥങ്ങളായല്ല. ഇതൊരു ഖുർആൻ്റെ ഗ്രന്ഥമാണ്, നിങ്ങൾക്കിതാ ഞാൻ കൈമാറുന്നു. ഇതെൻ്റെ ഹദീസിൻ്റെ ഗ്രന്ഥമാണ്, 2ാം പ്രമാണമായ സുന്നത്തിൻ്റെ ഗ്രന്ഥമാണ്, നിങ്ങൾക്ക് ഞാൻ കൈമാറുന്നു. ഇതിൽ 10 ലക്ഷം ഹദീസുകളുണ്ട് എന്ന് പറഞ്ഞ് കൈമാറിയിട്ടില്ല. മറിച്ച് പ്രവാചക തിരുമേനി പറഞ്ഞ വാചകം ശ്രദ്ധേയമാണ്. തറക്തു ഫീക്കും അംറൈൻ. എൻ്റെ ആദരണീയരായ അനുചരന്മാരെ, സ്വഹാബത്തെ, തറക്തു ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു, ഫീക്കും നിങ്ങളിൽ, അംറൈൻ്റെ 2 കാര്യങ്ങൾ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഞാൻ എവിടെ ഉപേക്ഷിച്ചു പോകുന്നു? ഫീക്കും, അറബി അറിയുന്ന ആളുകൾക്കറിയാം, നിങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു. നിങ്ങൾക്ക് വേണ്ടി 2 ഗ്രന്ഥങ്ങൾ, തറക്തുലക്കും അംറൈൻ, 2 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി 2 ഗ്രന്ഥമായി ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്നല്ല. ഞാൻ ഖുർആനും സുന്നത്തും ഉപേക്ഷിച്ചു പോകുന്നത് എവിടെയാണ്? എൻ്റെ സ്വഹാബത്തെ, ഫീക്കും നിങ്ങളിൽ. അപ്പോൾ ഖുർആന്റെ യഥാർത്ഥ രൂപം എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? സുന്നത്തിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം, വിശദീകരണം നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക? ഒരു സംശയവുമില്ല, അസന്നിഗ്ധമായി പ്രവാചക തിരുമേനി അഷ്റഫുൽ ഹൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ഖുർആനും സുന്നത്തും നിലനിൽക്കുന്ന ഫീക്കും, ഈ സ്വഹാബത്തെ നിങ്ങളിലാണ്, നിങ്ങളുടെ ജീവിതത്തിലാണ്.
നിങ്ങളുടെ പ്രവൃത്തിയിലാണ്, നിങ്ങളുടെ വാക്കുകളിലാണ്, നിങ്ങളുടെ ഫത്വകളിലാണ്, നിങ്ങളുടെ വിശദീകരണങ്ങളിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഓരോ സൂക്തങ്ങളും അവതരിക്കുന്ന പശ്ചാത്തലങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച, അപ്പോൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിൻ്റെയും യഥാർത്ഥ വിശദീകരണം എവിടെ എന്ന് തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അത് മഹാന്മാരായ സ്വഹാബത്തിലാണെന്ന കാര്യം വ്യക്തം. ആ സ്വഹാബത്ത് 23 വർഷക്കാലത്തെ ജീവിതത്തിൽ വളരെ കൃത്യമായി ഈ സൂക്തം എന്തിന് അവതരിച്ചു, എന്താണ് ഈ ആയത്തിൻ്റെ താല്പര്യം, ഈ നബിവചനം എന്തർത്ഥത്തിലാണ് പ്രവാചക തിരുമേനി പറഞ്ഞത്, അത് നിർബന്ധ സ്വരത്തിലാണോ അതോ ഒരു നിഷേധാത്മക സമീപനത്തിലാണോ, അതോ കേവലം ഐച്ഛികമായ രൂപത്തിലാണോ, അതോ കേവലം അനുവാദത്തിൻ്റെ രൂപത്തിലാണോ, എന്താണ് ഈ കൽപ്പന നൽകിയതിൻ്റെ താല്പര്യം, ഇതൊക്കെ വിശദമായി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പഠിച്ച ലോകത്തെ ഒരേ ഒരു തലമുറയുള്ളൂ സഹാബാ കിറാം റിദ്വാനുല്ലാഹി തആല അൻഹും അജ്മഈൻ. അള്ളാഹു സംതൃപ്തി ആ മഹാന്മാരിൽ എന്നും വർഷിക്കുമാറാകട്ടെ. സ്വഹാബത്തിനറിയാം എന്താണ് ആ സൂക്തത്തിൻ്റെ താല്പര്യം, സ്വഹാബത്തിനറിയാം എന്താണ് ആ നബിവചനത്തിൻ്റെ താല്പര്യം. ആ താല്പര്യം അങ്ങനെ തന്നെ വിശദമായി ഫത്വകളായി സ്വഹാബത്ത് താബിഴികൾക്ക് കൈമാറി തൊട്ടടുത്ത തലമുറ, താബിഴികൾ തൊട്ടടുത്ത തലമുറക്ക് കൈമാറി താബിഴിങ്ങൾ. ഈ 3 തലമുറകൾ വളരെ പ്രധാന. ഈ 3 തലമുറകളോടുകൂടി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഫത്വകളും ഓരോ സാഹചര്യത്തിനനുസരിച്ചുള്ള വിശദീകരണങ്ങളുമൊക്കെ സമ്പൂർണ്ണമായി ലോക സമൂഹത്തിനു മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു. അപ്പോൾ വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും യഥാർത്ഥ വിശദീകരണങ്ങൾ, യഥാർത്ഥ വ്യാഖ്യാനങ്ങൾ സ്വഹാബത്ത് കൈമാറി ഈ 3 തലമുറകളിൽ വളരെ സജീവമായി നിലനിൽക്കുന്നു. അന്നത്തെ യോഗ്യരായ മഹാന്മാരായ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചുകൊണ്ട് കൈമാറിക്കൊണ്ട് ആ സമൂഹത്തിൽ സജീവമായി നിലനിന്നു. എവിടെയാണ് ഖുർആനും സുന്നത്തും? തറക്തു ഫീക്കും അംറൈൻ, ഇതാ നിങ്ങളിൽ സ്വഹാബത്തിൽ അത് പ്രകടമായി വ്യക്തമാണ്. സ്വഹാബത്തിൻ്റെ ജീവിത രീതി, ആ സ്വഹാബത്തിൻ്റെ മാതൃകാപരമായ ജീവിതമാണ് ഈ 2 തലമുറകൾ കൈമാറിക്കൊടുത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 3 തലമുറകൾ സ്വഹാബത്ത്, താബിഴികൾ അവരാണല്ലോ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും നമുക്ക് കൃത്യമായി വിശദീകരിച്ച് കൈമാറിത്തന്നത്. ഈ 3 തലമുറകൾ അവരെക്കുറിച്ച് നമുക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടി, അവരുടെ വിശദീകരണത്തിൽ ഒരു അവ്യക്തതയും ഇല്ലാതിരിക്കാൻ വേണ്ടി, അത് വസ്തുനിഷ്ഠമാണെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി അസന്നിഗ്ധമായി പ്രവാചക തിരുമേനി അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 3 തലമുറകൾക്ക് ഒരു പ്രത്യേകമായ സർട്ടിഫിക്കറ്റ്, സാക്ഷ്യപത്രം നൽകി. ഈ 3 തലമുറകൾ നല്ലവരാ, സ്വഹാബത്ത് നല്ലതാ, താബിഴികൾ നല്ലവരാ, താബിഴികൾ നല്ലവരാ. അവരെ കുറിച്ച് ആർക്കും ഒരു തർക്കം വേണ്ട. അവർ യഥാർത്ഥ മാതൃകാ മുസ്ലിമീങ്ങൾ അവരാ. അവർക്കാണ് സലഫു സ്വാലിഹീങ്ങൾ എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്ന നല്ലവരായ സച്ചരിതരായ മുൻഗാമികൾ. സ്വഹീഹുൽ ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം തങ്ങളുടെ ഈ വാചകം: ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ലവർ എൻ്റെ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചവരാ. തങ്ങൾ അങ്ങനെ തന്നെ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം. ആരെന്ത് പറഞ്ഞാലും ശരി, അവരാണ് നല്ലത്, ഇവരാണ് നല്ലത്, അവർക്ക് തെറ്റി, ഇവർക്ക് തെറ്റി എന്നൊക്കെ പ്രചരിപ്പിച്ചാലും ശരി, അസന്നിഗ്ധമായി തങ്ങൾ പറയുന്നു, നിരുപാധികം ഏറ്റവും നല്ലവർ എൻ്റെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ 2-ാം തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ 3-ാമത്തെ വിഭാഗമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അവരാണ് സലഫു സ്വാലിഹീങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ. അവരുടെ വിശദീകരണങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ ക്രോഡീകരിക്കപ്പെട്ടു. വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും യഥാർത്ഥ വ്യാഖ്യാനങ്ങൾ, യഥാർത്ഥ വിശദീകരണങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ ക്രോഡീകരിക്കപ്പെട്ടു. അതാണ് 4 മദ്ഹബുകൾ: ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. 4 മദ്ഹബുകൾ. ഈ 4 മദ്ഹബുകളായി ക്രോഡീകരിക്കപ്പെട്ടത് ഈ 3 നൂറ്റാണ്ടിൻ്റെ ഉള്ളിലാണ്. ഓരോ ഇമാമുകളെ ചരിത്രം പരിശോധിച്ച് നോക്കി. സാമ്പിളിന് നാം അംഗീകരിക്കുന്ന, അനുധാവനം ചെയ്യുന്ന മദ്ഹബിൻ്റെ ഇമാം തന്നെ ഇമാമുൽ ഷാഫി റളിയല്ലാഹു. അദ്ദേഹം ജനിച്ചത് ഹിജ്റ 150. അദ്ദേഹം വഫാത്തായത് ഹിജ്റ 204. നോക്കൂ നിങ്ങൾ, 3 നൂറ്റാണ്ടിൻ്റെ നേർമധ്യത്തിൽ. മറ്റ് 3 ഇമാമുകളും ഇങ്ങനെ തന്നെ 3 നൂറ്റാണ്ടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അവർ ക്രോഡീകരിച്ച് രേഖപ്പെടുത്തി വെച്ച വിശദീകരണങ്ങളെക്കുറിച്ച്, ഖുർആന്റെയും സുന്നത്തിൻ്റെയും വിശദീകരണങ്ങളെക്കുറിച്ച് ഒരു സന്ദേഹത്തിനും ഒരു സംശയത്തിനും ഇടമില്ല എന്ന കാര്യം വ്യക്തം. അത് അംഗീകരിക്കുന്നവർ അഹ്ലുസുന്നത്തി വൽ ജമാഅ.
ആ സ്വഹാബത്തിന്റെ വിശദീകരണം അതേപടി ക്രോഡീകരിക്കപ്പെട്ടത് അംഗീകരിക്കുന്നവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ശർഹുൽ അഖായിദ് പറയുന്നു എന്താണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ? മാ വറദ ബിഹി സുന്ന വമാ ജറ അലൈഹിൽ ജമാഅ. അഹ്ലുസ് സുന്ന എന്നാൽ പ്രവാചക ചര്യയിൽ അധിഷ്ഠിതമായ മാർഗം. ഖുർആൻ എന്തേ പറയാത്തത്? ഖുർആൻ പറയേണ്ട ആവശ്യമില്ല. ഖുർആൻ എല്ലാ വിഭാഗവും ലോകത്തെ എക്കാലവും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞാൽ സുന്നത്ത് ഖുർആന്റെ വ്യാഖ്യാനം കൂടിയാണ്. അപ്പൊ അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ. പക്ഷെ എല്ലാ വിഭാഗവും ഈ അവകാശവാദം ഉന്നയിക്കും, ഞങ്ങളാണ് ഖുർആൻ സുന്നത്തും അംഗീകരിക്കുന്നവർ എന്ന്. അവിടെയാണ് അടിവരയിടേണ്ടത്. വൽ ജമാ, സ്വഹാബത്തി എന്ന ജമാഅത്തിന് വിധേയമായി, സ്വഹാബത്തി എന്ന സമൂഹത്തിന്റെ വിശദീകരണങ്ങൾക്ക് വിധേയമായി, സ്വഹാബത്ത് എന്ന ഉത്കൃഷ്ട വിഭാഗത്തിന്റെ അടിക്കുറിപ്പുകൾക്ക് വിധേയമായി ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന വിഭാഗം. അതാണ് നമ്മുടെ പ്രത്യേകത. അത് സംശുദ്ധമായ മാർഗം. ആ മാർഗമാണ് നമ്മൾ ഇന്നും പിന്തുടരുന്നത്. അതാണ് സത്യമാർഗം. ഈ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരുപാട് നബി വചനങ്ങളും ഖുർആൻ സൂക്തങ്ങളും ഇതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. പ്രവാചക തിരുമേനി 73 വിഭാഗങ്ങൾ ആയി എൻ്റെ സമൂഹം വേർപിരിയുമെന്ന് പറഞ്ഞപ്പോൾ ഖാലു, സ്വഹാബത്ത് ചോദിച്ചു, ഒരു വിഭാഗം മാത്രമാണ് സ്വർഗവാസികൾ രക്ഷപ്പെടുന്നവരെന്ന് പറഞ്ഞപ്പോൾ മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് ആ സത്യവിഭാഗം പ്രവാചകരെ? തങ്ങൾ പറഞ്ഞു ഉമ്മ അന അലൈഹി വാ സുഹാബി. ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ എന്നല്ല തങ്ങൾ പറഞ്ഞത്. ഉമ്മ അന അലൈഹി, ഞാൻ ഏതൊരു മാർഗത്തിലാണോ നിലകൊള്ളുന്ന ആ മാർഗം അംഗീകരിക്കുന്നത് ഖുർആന്റെ സുന്നത്തിന്റെ മാർഗം. പക്ഷെ ആ ഖുർആനും സുന്നത്തും പറഞ്ഞ് പലരും ചരിത്രത്തിൽ കടന്നു വരുമെന്ന് തങ്ങൾക്കറിയാം. അതുകൊണ്ട് തങ്ങൾ വേർതിരിച്ചു പറഞ്ഞു ആ സുഹാബി, എൻ്റെ സ്വഹാബത്ത് കൂടി വിശദീകരിക്കുന്ന ആ മാർഗം. സ്വഹാബത്തിന് വിധേയമായി ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന വിഭാഗമാരാണോ അവരാണ് സത്യവിഭാഗമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. നമ്മൾ അവിടെയാണുള്ളത്. അവിടെ ഒരു ഇഞ്ച് പിറകോട്ട് പോകാൻ നമ്മൾ തയ്യാറല്ല. ആ മാർഗത്തിലേക്ക് അഡീഷണലായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ അനുവദിക്കുന്ന പ്രശ്നമല്ല. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ നീണ്ട 13 നൂറ്റാണ്ട് കാലം അഭംഗുരം തുടർന്നു വന്നത് മഹാന്മാരായ ആ സ്വഹാബത്ത് കൈമാറിയ വിശദീകരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ തുടർന്നു വന്നത്. അതാണ് ഇന്നും കേരളീയ മുസ്ലിങ്ങൾ കാണാൻ കഴിയുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും. അതിനെതിരെ വികല ചിന്തകളുമായി കടന്നു വന്നപ്പോഴാണ് ഇതിനെ സംരക്ഷിച്ചു നിർത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രംഗത്ത് വന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രംഗത്ത് വന്നിട്ട് ഒരു പുതിയ ആശയം പറഞ്ഞതായി ചരിത്രത്തിൽ ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാനാകില്ല. അന്ന് സ്വഹാബത്ത് നൽകിയ വിശദീകരണം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ച് വച്ചത് അത് അതേപടി കാത്തു സൂക്ഷിക്കുന്ന വിഷയത്തിൽ പ്രതിജ്ഞാബദ്ധരായിക്കൊണ്ടാണ് സമസ്ത മുന്നോട്ട് പോകുന്നത്. അതാ സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരികത. നമ്മളോടൊരു മസ്അലയെക്കുറിച്ച് സംശയം ചോദിച്ചാൽ, നമ്മുടെ ആദരണീയരായ ഗുരുവര്യന്മാരോട് ഫത്വ ചോദിച്ചാൽ, അവർ ഫത്വ കമ്മിറ്റി യോഗം ചേർന്നാൽ അവർ ഖുർആനും ഹദീസും എടുത്ത് വ്യാഖ്യാനിച്ച് മസല കണ്ടെത്തുകയല്ല ചെയ്യുന്നത്. ഇവിടെ ഷാഫി മദ്ഹബായതുകൊണ്ട് ഷാഫി മദ്ഹബിന്റെ കിതാബ് എടുത്ത് പരിശോധിച്ചാണ് മസല പറയുന്നത്. കാരണം ഷാഫി മദ്ഹബ് പറഞ്ഞ സ്വഹാബത്ത് കൈമാറി തൊട്ടടുത്ത തലമുറയിൽ ക്രോഡീകരിക്കപ്പെട്ടതാണ്. ഹനഫി മദ്ഹബിന്റെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരോട് ഫത്വ ചോദിച്ചാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ആദരണീയരായ ഫത്വ കമ്മിറ്റി അംഗങ്ങൾ ഉസ്താദ് MT ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ഈ ഹനഫി മദ്ഹബിലെ കിതാബുകൾ പരിശോധിച്ചിട്ടാണ് അവർ ഫത്വകൾ തയ്യാറാക്കുന്നത്. ആ സംശുദ്ധമായ മാർഗം, സുരക്ഷിതമായ മാർഗം, അതാണ് സത്യസന്ധമായ മാർഗം. ഈ മാർഗം അംഗീകരിക്കാതെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വതന്ത്രമായി വ്യാഖ്യാനിക്കുന്ന, പ്രമാണങ്ങൾക്ക് സ്വഹാബത്തിന്റെ വിശദീകരണവും അടിക്കുറിപ്പുകളുമില്ലാതെ തീർത്തും സർവതന്ത്ര സ്വതന്ത്രമായി വിശദീകരണം നൽകുന്ന പ്രവണതകളാണ് സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള സകലമാന കക്ഷികളും അവലംബിക്കുന്നത്, ആശ്രയിക്കുന്നത്. അവരൊക്കെ വഴിതെറ്റാൻ അത് തന്നെയാണ് കാരണം. 14 നൂറ്റാണ്ടുകൾക്ക് അപ്പുറം അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ സൂക്തങ്ങളും അന്നത്തെ നബി വചനങ്ങളും അതിൻ്റെ പശ്ചാത്തലത്തിൽ സാക്ഷ്യം വഹിച്ച ദൃക്സാക്ഷികളുടെ വിവരണം കൂടാതെ വിശദീകരിച്ചാൽ തെറ്റുപറ്റുമെന്ന കാര്യം ഉറപ്പാണ്. അന്നതിന് ദൃക്സാക്ഷികളായ ആളുകളുടെ വിശദീകരണം സ്വീകരിച്ചാലോ നേരിട്ട് അനുഭവിച്ചറിയുക എന്ന വളരെ പ്രധാനമാണ്. കേട്ടുകളുടെ അടിസ്ഥാനത്തിൽ 14 നൂറ്റാണ്ടുകൾക്ക് അപ്പുറമുള്ള പ്രമാണങ്ങൾ വ്യാഖ്യാനിച്ചാൽ തെറ്റുപറ്റുമെന്ന കാര്യം സംശയമല്ല കാര്യമാണ്. ആ വിശുദ്ധ ഖുർആനിലെ സകലമായ സൂക്തങ്ങളും 10 ലക്ഷത്തോളം വരുന്ന നബിവചനങ്ങളും 1/4 നൂറ്റാണ്ടുകാലം അവതരിപ്പിക്കപ്പെട്ടത് അന്നത്തെ ദൃക്സാക്ഷി വിവരണങ്ങളും വിശദീകരണവും അടിക്കുറിപ്പുകളുമില്ലാതെ ഒരു സുപ്രഭാതം നമ്മൾ വിശദീകരിക്കാൻ ഇറങ്ങിയാൽ തെറ്റ് പറ്റുമെന്ന കാര്യം സുനിശ്ചിതം. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള എല്ലാ കക്ഷികൾക്കും തെറ്റുപറ്റിയത്. ഒരൊറ്റ സാമ്പിൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഒരു സാമ്പിൾ പറയട്ടെ. ഈ മുജാഹിദും ഈ ജമാഅത്തും ഈ തബ്ലീഗും ഈ NDF-ഉം ഈ പറയുന്ന സകലമാന അവാന്തര വിഭാഗങ്ങളും പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു പ്രധാന ആശയമാണ്, നിങ്ങൾ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചാൽ തർക്കണ്ടേ ഖുർആനും സുന്നത്തുക്കും അടങ്ങാം.
സഹാബത്തിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അവരെ ശൈലി തന്നെ, ചിലരുടെ ശൈലി സ്വഹാബാക്കളും ഇമാമിങ്ങളും ഹോജാക്കന്മാരും കിതാബ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട, ഖുർആനും സുന്നത്തുണ്ട് പറയാം. എന്താ അവർ പറയും തെളിവ്? ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് തർക്കം വന്നാൽ, ഭിന്നത വന്നാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ ആ വിഷയം അള്ളാഹുവിലേക്കും റസൂലിലേക്കും അടക്കുക, ഖുർആനിലേക്കും സുന്നത്തിലേക്കും അടക്കുക. ഖുർആനും സുന്നത്തോ തർക്കമുള്ള വിഷയങ്ങൾ തീർപ്പലിപ്പിക്കേണ്ടത് നമ്മൾ വേറെ ഇമാമിങ്ങളെ കിതാബ് നോക്കിയിട്ട് കാര്യമില്ല. ഒരുപാട് ആളുകൾ ഇതിൻ്റെ അർത്ഥം അങ്ങനെയല്ല തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ളത്. കാരണം ഇവർ നിരന്തരം പറഞ്ഞും പ്രചരിപ്പിച്ചും പഠിപ്പിച്ചും പ്രസംഗിച്ചും എഴുതിയും ഈ ആയത്തിൻ്റെ അർത്ഥം ഖുർആനും സുന്നത്തും നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് തന്നെയാണ് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ആയത്തിൻ്റെ പൂർണ്ണരൂപം? ഇതാണ് വസ്തുതാപരമായി യഥാർത്ഥ വ്യാഖ്യാനങ്ങൾ മറച്ചു വെച്ച് സ്വതന്ത്രമായി വ്യാഖ്യാനിക്കുക, സ്വഹാബത്തിൻ്റെ പിൻബലല്ലാതെ. സ്വഹാബത്ത് കൃത്യമായി എഴുതി പഠിപ്പിച്ച വിശദീകരണങ്ങൾ പൂർവ്വകാല ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം യഥാർത്ഥ ആയത്തന്നെ ഓതിയാൻ പറ്റും. ആയത്തിൻ്റെ ബാക്കി ഭാഗമുണ്ട്, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീല. ഇതാ വിശുദ്ധ ഖുർആൻ സൂക്തത്തിന്റെ പൂർണ്ണരൂപം. എന്താ ആയത്ത്? എൻ്റെ പ്രിയപ്പെട്ടവർ, അത്തിഉല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ അംഗീകരിക്കുക, ഖുർആൻ അംഗീകരിക്കുക. വ അത്തിഉർ റസൂൽ, പ്രവാചകരെ നിങ്ങൾ അംഗീകരിക്കുക, സുന്നത്ത് അംഗീകരിക്കുകയാണ്. മൂന്നാമതായി ആയത്തിൽ പറയുന്നത് വ ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള പണ്ഡിതന്മാരെ നിങ്ങൾ അംഗീകരിക്കുക. അതെന്താ മൂന്നാമത് പറയുന്നത്? മൂന്നാമത് പറയുന്നത് ഇജ്മാ നിങ്ങൾ അംഗീകരിക്കുക. ഇസ്ലാമിൽ 4 പ്രമാണ: 1 ഖുർആൻ, 2 സുന്നത്ത്, 3 ഇജ്മാ, 4 ഖിയാസ്. ഇനി ഖുർആനും സുന്നത്തും ഇജ്മാഴും അംഗീകരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്തിന്റെ ഭാഗം പറയുന്നത്. അത്തിഉല്ലാഹ, ഖുർആൻ നിങ്ങൾ അംഗീകരിക്കുക, വ അത്തിഉർ റസൂൽ, സുന്നത്ത് നിങ്ങൾ അംഗീകരിക്കുക, വ ഉലിൽ അംരി മിൻകും, ഇജ്മാ നിങ്ങൾ അംഗീകരിക്കുക. ഇനി ഖുർആൻ പറയാണ് ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ. ഈ ഖുർആൻ നോക്കിയിട്ട് കാണുന്നില്ല, സുന്നത്ത് നോക്കിയിട്ട് കാണുന്നില്ല, ഇജ്മായിലും ഉത്തരം കാണുന്നില്ല. ഇനിയും ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ തർക്കം വരികയാണെങ്കിൽ, സംശയം വരികയാണെങ്കിൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കിക്കോ. ഖുർആനിൽ സമാനമായ സംഭവം ഉണ്ടോ നോക്കി മടക്കുക എന്നതാണ്. ഹദീസിൽ സമാനമായ സംഭവം ഉണ്ടോ മടക്കി നോക്കി. സമാനമായ സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ വിധി ഇതിനും കൊടുക്കുക, ഖിയാസ് എന്ന് പറയും. എത്ര ക്ലിയറാണ്! ഇമാം റാസി റഹ്മത്തുള്ളാഹി ഉൾപ്പെടെയുള്ള പൂർവ്വകാല ഖുർആൻ വ്യാഖ്യാതാക്കൾ ഖണ്ഡിതമായി പറഞ്ഞു, ഇത് ഇസ്ലാമിലെ അടിസ്ഥാന പ്രമാണങ്ങളായ 4 ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് ദീനിൽ പ്രമാണമാണെന്ന് പഠിപ്പിക്കുന്ന ആയത്ത. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഖുർആനിലും സുന്നത്തിലും ഇജ്മായിലും കാണാതെ ഇനി ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ, തർക്കം വരികയാണെങ്കിൽ, നിങ്ങൾ ഖുർആനിലോ സുന്നത്തിലോ സമാനമായ സംഭവം ഉണ്ടോ എന്ന് അങ്ങോട്ട് മടക്കി നോക്കി ഖിയാസിലൂടെ നിങ്ങൾ ഈ മസലയുടെ ഉത്തരം കണ്ടെത്തി എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ ഖുർആൻ അംഗീകരിക്കാതെ വെട്ടിമാറ്റി, ഹദീസ് അംഗീകരിക്കാതെ വെട്ടിമാറ്റി, ഇജ്മാ അംഗീകരിക്കാതെ വെട്ടിമാറ്റി, കേവലം ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ എന്നൊരായത്തിന്റെ ശകലം എടുത്തുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്തും സച്ചരിതരായ മുൻഗാമികളും പഠിപ്പിക്കുന്ന വ്യാഖ്യാനങ്ങൾ അവഗണിച്ചുകൊണ്ട് സർവതന്ത്ര സ്വതന്ത്രമായി ഏത് പ്രശ്നത്തിനും നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങേണ്ടത് എന്ന് തെറ്റായ വ്യാഖ്യാനം നൽകി പ്രചരിപ്പിക്കുന്നത് ഒരു ഉദാഹരണം മാത്രം. ഈ പ്രസ്ഥാനങ്ങളൊക്കെ അതാ പഠിപ്പിക്കുന്നത്. ഇവരെ സകലമായ പ്രശ്നങ്ങളും സുന്നത്ത് ജമാഅത്തും ഇതര കക്ഷികളും തമ്മിലുള്ള അന്തരം ഇതൊന്നു മാത്രം. ഏത് തർക്കത്തിൻ്റെയും അടിസ്ഥാനം ഇവിടെ എത്തും. ഖുർആനും സുന്നത്തിനോ സ്വന്തം വ്യാഖ്യാനം അവർ കൊടുത്തിരിക്കും, സച്ചരിതരായ മുൻഗാമികളുടെ വ്യാഖ്യാനങ്ങൾ മറികടന്നുകൊണ്ട്. ഈ തരത്തിൽ എല്ലാ വിഭാഗങ്ങളും സുന്നത്ത് ജമാഅത്തിൻ്റെ പുറത്തുള്ള സകലമായ കക്ഷികളും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അവർക്ക് തെളിവായി ഉദ്ധരിക്കുന്നവരെ സകലമായ വാദഗതികൾക്കും പിൻബലമായിട്ട്. എന്തേ പ്രശ്നം? സ്വതന്ത്രമായ വ്യാഖ്യാനം. മഹാന്മാരായ സ്വഹാബത്ത് വിശദീകരിച്ച് കൈമാറുത്തെന്ന് ക്രോഡീകരിച്ച പൂർവ്വകാല പ്രാമാണിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ, ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത സ്വതന്ത്രമായ വ്യാഖ്യാനം കൊടുത്തുകൊണ്ടാണ് ഇത്തരം പുതിയ ആശയങ്ങൾ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത്. കേരളത്തിൽ നമ്മൾ പ്രതിരോധ രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കണം, ജിഹാദിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം NDF എന്ന പേരിലും പിന്നെ SDPI എന്ന പേരിലും പിന്നെ പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിലും മാറി മാറി രംഗത്ത് വന്ന വിഭാഗം വിശുദ്ധ ഖുർആൻ ആയത്തെ തെളിവ് ഉദ്ധരിച്ച അവരുടെ സ്വകാര്യ ക്ലാസുകളിൽ വമാലക്കും ലാ തുഖാതിലൂ ഫീ സബീലില്ലാഹ് വൽ മുസ്തലഫീന മിനർ റിജാലി വൻ നിസായി വൽ വിൽദാൻ. എന്തുകൊണ്ട് ഈ പാവപ്പെട്ട ദുർബല ജനവിഭാഗത്തെ, അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി നിങ്ങൾ പോരാടുന്നില്ല? ഖുർആനാ ചോദിക്കുന്ന ഈ പോരാട്ടം നമ്മൾ മറച്ചുവെച്ച കാലത്താണ്, നിർത്തിവെച്ച കാലത്താണ് നമുക്ക് നിന്ദത ഏറ്റുവാങ്ങേണ്ടി എന്ന് വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമായി ഖുർആൻ പ്രമാണം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് പുതിയൊരു പ്രസ്ഥാനത്തിൽ തുടക്കം കുറിച്ചത്. ഈ തരത്തിൽ ഏത് കാര്യങ്ങൾ പരിശോധിച്ചാലും അവർ പറയുന്ന ഖുർആനും സുന്നത്തും വ്യാഖ്യാനിക്കാൻ സ്വഹാബത്തിൻ്റെ ആവശ്യമില്ല എന്ന, താബിഈകൾ ആവശ്യമില്ല എന്ന,
താബികൾ ആവശ്യമില്ല എന്നാണ്. ചില വിഭാഗങ്ങൾ പരസ്യമായി പറയും, ചില വിഭാഗങ്ങൾ പരസ്യമായി പറയില്ല, അങ്ങനെ പ്രവർത്തിക്കുമെന്ന് മാത്രം. എന്നാൽ ഈ ഖുർആനും സുന്നത്തും വ്യാഖ്യാനിക്കുന്ന മഹാന്മാരായ സ്വഹാബത്തും താബികൾക്കുമൊക്കെ അതിലെ മുജ്തഹിദുകളായ ഇമാമുകൾക്ക് ഒരുപാട് യോഗ്യതകൾ വേണമെന്ന് ഉസൂലുൽ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ ക്രോഡീകരിച്ച് വെച്ചിട്ട് മഹാന്മാർ അതൊക്കെ വ്യാഖ്യാനിച്ചത്. അവർക്ക് ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയവരാ, അഗാധമായ പാണ്ഡിത്യം ഖുർആൻ നേടിയവരാ, ഒരുപാട് യോഗ്യതകളും ക്വാളിറ്റിയും ഉള്ള ആളുകളാണ്. ആ ഷർത്തുകളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ വിഭാഗം പ്രചരിപ്പിക്കുന്നതും പറയുന്നതും അങ്ങനെ ഖുർആനും ഹദീസിനും വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ഒരു മുജ്തഹിദാകണം, പ്രത്യേക യോഗ്യത വേണം എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥമല്ല. ഏത് വിവരമില്ലാത്ത നമുക്കൊക്കെ സാധാരണക്കാരായ ആളുകൾ, നമ്മളെക്കാളും വിവരം കുറഞ്ഞ മുജാഹിദിൻ്റെ ആളുകളുണ്ട്, അവർക്ക് പോലും ഖുർആനും സുന്നത്തും വ്യാഖ്യാനിക്കാം, മതവിധി കണ്ടെത്താം എന്നാണ് അവർ പറയുന്നത്. എല്ലാ സ്വഹാബത്തും ഖുർആനും ഹദീസും വ്യാഖ്യാനിച്ചിട്ടില്ല. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം 130-ൽ പരം മഹാന്മാരായ സ്വഹാബത്താണ് ഈ രംഗത്ത് മികച്ചു നിന്നത്. അതിസമർത്ഥരും യോഗ്യരും പ്രഗത്ഭരുമായ മഹാന്മാർ. താബികൾ എണ്ണപ്പെട്ട